ഹലോ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് മീഷോന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ്. ഒരു 300 താഴെയാണ് എല്ലാ ഡ്രസ്സുകളും. അല്ല, ഒന്ന് മാത്രം 302 ഉണ്ട്. ബാക്കി എല്ലാം 300 താഴെ റേറ്റ് വരുന്ന ഡ്രസ്സുകളാണ്. അപ്പം എനിക്കും മോനും മോൾക്കൊക്കെ എടുത്തിട്ടുള്ള ഡ്രസ്സുകളാണ്. ഒക്കെ ഒരു റൗണ്ട് വാഷും ചെയ്ത് കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ റിവ്യൂസാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്, പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ ഒട്ടുമിക്ക ഡ്രസ്സുകളും നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. നമ്മളുടെ റീൽസിലൊക്കെ റീൽസ് കാണുന്ന ആളുകൾക്ക് അറിയാം. അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ എത്ര റേറ്റ് ആണെന്നുള്ളതാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു സ്ലീവ്ലെസ് ഫ്രോക്കാണ്. ഇത് 229 രൂപയ്ക്ക് മീഷോന്ന് വാങ്ങിച്ചാണ്. എനിക്ക് വലിയ കുഴപ്പം പറയാനില്ല. കാരണം എന്താ, ഒന്നല്ല 2 തവണ ഞാൻ വാഷ് ചെയ്തു. ഇങ്ങനെ ഒരു സ്ലീവ്ലെസ് ഫ്രോക്കാണ്, ഫുൾ ഫ്രോക്കാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലിടാനേ പറ്റുള്ളൂ. ഒരു ടോപ്പ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലിടാനേ പറ്റുള്ളൂ. കാരണം ഇത് അടിയിൽ വേറെ ലൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ ഒരൊറ്റ ക്ലോത്താണ്. അപ്പോൾ ഇതിന് അടിയിൽ വേറെ ലൈനിങ് ഒന്നും ഇല്ല. അതുകൊണ്ട് അടിയിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഇതാണ് ആ ഡ്രസ്സ്. നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. 229 രൂപയ്ക്ക് നല്ല വർത്താണ് കേട്ടോ. ഞാനിപ്പോൾ 2-3 തവണ വാഷ് ചെയ്തിട്ടും അത്ര വലിയ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ മൈൽഡായിട്ടുള്ള വാഷാണ്. നമുക്കിപ്പോൾ അത്രയ്ക്ക് ചളിയൊന്നും ആവില്ലല്ലോ. അപ്പോൾ അങ്ങനെ മൈൽഡായിട്ടുള്ള വാഷാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമില്ല. കല്ലിൽ തന്നെയാണ് വാഷ് ചെയ്തത്, വാഷിംഗ് മെഷീനിലല്ല, കല്ലിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ലോത്താണ്. നിങ്ങൾക്ക് പറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇങ്ങനെ കഴുത്തിലിങ്ങനെ ചേർന്ന് നിൽക്കുന്നത്, അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കഴുത്തിലിങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊന്ന് രണ്ട് സൈഡിലേക്ക് നമ്മൾ സ്ട്രാപ്പുള്ള ടൈപ്പില്ലേ, അങ്ങനത്തെ ഡ്രസ്സും ഇതിൽ നമുക്ക് കാണുന്നുണ്ട്. ഇതേ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ നമ്മൾ ഉണ്ട്. അപ്പോൾ അതും വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടെ എനിക്ക് സ്റ്റൈലിഷായി തോന്നി. മറ്റേ ഇത് ഡൂങ്ക്രി ഡ്രസ്സുകളുടെ ടൈപ്പ് ഉള്ള ടോപ്പാണ്. അത് പിന്നെ എപ്പോഴും കാണുന്നതാണല്ലോ. അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റി ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മോഡൽ വാങ്ങിച്ചത്. കുഴപ്പമില്ല, നല്ലൊരു മെറ്റീരിയലും വലിയ കുഴപ്പമില്ല. കോട്ടൺ മിക്സ്ഡ് ആണ്. മെറ്റീരിയൽ നല്ല കുഴപ്പമില്ല. നമുക്ക് വാഷ് ചെയ്തിട്ടും വലിയ 229 രൂപയ്ക്കൊക്കെ എത്ര കാലം നിൽക്കുന്നൊക്കെ ഞാൻ അപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ലൈനിങ് ഒന്നും ഉണ്ടാവില്ല. കാരണം അത്രയല്ലേ റേറ്റേ ഉള്ളൂ. പിന്നെ ലൈനിങ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും അടിയിൽ പാൻസൊക്കെ നമ്മൾ എന്തായാലും ഇടുമല്ലോ. പിന്നെ വലിയ കുഴപ്പമില്ല. കളറും അത്രയ്ക്ക് അങ്ങനെ പോകുന്നൊന്നുമില്ല കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്. പിന്നെ ഞാൻ എടുത്തത് മോളുടെ ബർത്ത്ഡേക്ക് ഒരു ഫ്രോക്കാണ്. ഇത് 216 രൂപയ്ക്കാണ് കേട്ടോ. മോളുടെ ബർത്ത്ഡേക്ക് ഒരു ഫ്രോക്ക് എടുത്തിട്ടുള്ളതാണ്. ഇതും ഒരു റൗണ്ട് വാഷ് ചെയ്തു. അന്നിപ്പോൾ അധികം ചളിയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, വേർപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ടങ്ങ് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കളറും അത്രയ്ക്ക് അങ്ങനെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 216 രൂപയ്ക്ക് ഇത് നല്ല ഇതാണ്. കാരണം നമ്മൾ വെളിയിലൊക്കെ ഇതേ മോഡൽ ഡ്രസ്സുകളൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ 400-500 ആ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ബർത്ത്ഡേക്ക് ഇത് എനിക്ക് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല എടുപ്പുണ്ട്. ഈ കളറ് നല്ല എടുപ്പുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ പിന്നെ കുറേ ഈ മിനിങ്ങലി പോകുന്നുണ്ട്. അതിങ്ങനെ നമ്മളൊന്ന് കുടഞ്ഞാൽ തന്നെ കയ്യിൽ ഫുള്ള് ഗ്ലിറ്റേഴ്സ് ആവും. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ഫ്രോക്കാണ്. 216 രൂപയ്ക്ക് കേട്ടോ. അപ്പോൾ അഫോർഡബിൾ ആണ്. നമുക്കത് ഇപ്പോൾ ഒരാണ്ട് വാഷ് ചെയ്തിട്ടും വലിയ പ്രശ്നമൊന്നും ഇല്ല. അതൊരു നല്ലൊരു ഡ്രസ്സാണ്. അത് മോൾക്ക് എടുത്തത്. അപ്പോൾ അന്ന് ബർത്ത്ഡേക്ക് മോളും ഞാൻ ഒരേ കളർ ഡ്രസ്സായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ്, ഒരു ഫുൾ ഫ്രോക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ മുകളിൽ മാത്രം ഇങ്ങനെ ഒരു ചെറിയ കവറിങ് ഉള്ള പോലത്തെ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ടോപ്പ്. പക്ഷേ സ്ലീവ്ലെസ് ആണെന്ന് പെട്ടെന്ന് കണ്ടാൽ അറിയില്ല. ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അത് ഫുൾ ഫ്രോക്കാണ്, കാണുന്നുണ്ട്, ഫുൾ ഫ്രോക്കാണ്. ഇതിൻ്റെ റീല് ഞാൻ ഇട്ടിട്ടില്ല, ഇത് ഞാൻ അടുത്തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ ഇങ്ങനെ മുകളിൽ ഈ ഒരു കവറിങ് ഉണ്ട്. പക്ഷേ ശരിക്കും ഇത് സ്ലീവ്ലെസ് ആണ്. പക്ഷേ ഈ സാധനം ഇങ്ങനെ ഇട്ടതുകൊണ്ട് ഇത് സ്ലീവ്ലെസ് ആണെന്ന് പെട്ടെന്ന് അറിയില്ല. പക്ഷെ നല്ലൊരു ഫ്രോക്കാണ്. ഇതും കളർ അങ്ങനെ പോയൊന്നുമില്ല. ഞാൻ 2 തവണ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 തവണ ഈ കളർ അങ്ങനെ ഇളകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അടിയിലെ ക്ലോത്തിൻ്റെ കളർ ഇളകാൻ ചാൻസ് ഉള്ളത്. മുകളിലത്തെ ഒരു നെറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഉള്ളിൽ ഒരു മെറ്റീരിയലും ഇത് ലൈനിങ് ഉണ്ട് കേട്ടോ. മറ്റേതുപോലെയല്ല, ലൈനിങ്ങും കൂടി ഉണ്ട്. ഇത് മുകളിൽ ഇങ്ങനത്തെ ഇതിങ്ങനെ നെറ്റാണ്. ഇതിന് മുകളിൽ തുണി, അടിയിൽ വേറെ ലൈനിങ്ങും കൂടി ഉള്ളതുകൊണ്ട് വലിയ അങ്ങനെ നിഴലടിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ 302 രൂപയ്ക്കാണ് ഞാൻ അന്ന് വാങ്ങിച്ചത്. ഇന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 300 താഴെ അത് റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. 302 രൂപയ്ക്ക്. ആകെ ഇത് മാത്രമേ നമ്മൾ വാങ്ങിച്ചതിൽ 300 കടന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം 300 താഴെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇതിൽ
നമുക്കിങ്ങനെ ജസ്റ്റ് ബാക്കിൽ ഇങ്ങനെ കെട്ടാനുള്ളതാണ് ഉള്ളത്. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇതിന് സ്ലീവ്ലെസ് അല്ലേ, അപ്പോൾ അടിയിൽ സ്ലീവൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്ലീവ് ഉണ്ടായിരുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുകളിൽ ഈ സാധനം കട്ട് ചെയ്തിട്ട് ഇതിന് വേണമെങ്കിൽ സ്ലീവാക്കിയിട്ട് വെക്കാം. ഈ ഒരു കവറിങ് ഉണ്ടല്ലോ മുകളിലുള്ളത്, അത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് സ്ലീവായിട്ട് വെച്ചാലും നന്നായിട്ടുണ്ടാവും. കാരണം ബാക്കിലേക്ക് നമുക്ക് ഫ്രണ്ടിൽ മാത്രം മതിയല്ലോ, ബാക്കിലും ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് അത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് സ്ലീവായിട്ട് വേണമെന്നുള്ള ആളുകൾക്ക് വെക്കാം. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഞാൻ ആക്ച്വലി ഈ മെറ്റീരിയൽ നമ്മളിത് കുറേ നോക്കിയപ്പോൾ ഞാൻ ഈ കളർ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ചെക്ക് ചെയ്തപ്പോൾ ഈ ഡ്രസ്സ് കണ്ടതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ സാരിയാണ് ആദ്യം കണ്ടത്, ഇതേ മോഡലിൽ ഈ നെറ്റിൻ്റെ മാത്രമുള്ള സാരിയാണ് ആദ്യം കണ്ടത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഫ്രോക്കും കണ്ടപ്പോൾ ലാഭമല്ലേ, നമ്മൾ ഒരു മെറ്റീരിയൽ വാങ്ങിച്ച് അടിക്കണമെങ്കിൽ എത്ര രൂപയോ, അപ്പോൾ അത്രയ്ക്ക് പ്രശ്നമില്ല. അതിൻ്റെ അതേ മെറ്റീരിയൽ ഒരു സാരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് നെറ്റാണ് കേട്ടോ. അത് പക്ഷേ അതാണ് നെറ്റാവുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമുക്കിത് വേണമെങ്കിൽ കണ്ടോ ഇത്രയും നൈസായിട്ടുള്ളതാണ്. പക്ഷേ കളർ നന്നായിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫായിട്ടുള്ള ഒരു ടോപ്പൊക്കെ ഇടുന്ന സമയത്ത് ഒരു ഹാഫ് ടോപ്പും ഒരു സ്കേർട്ടും വെച്ചിട്ട് നമുക്കിത് വേണമെങ്കിൽ അത് പെയർ ചെയ്തിട്ട്, അതായത് നമ്മൾ സാധാരണ സാരി ഉടുക്കുന്ന പോലെ അല്ലാണ്ട് ഇത് പെയർ ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനത്തെ ഒന്ന് ഒരാണ്ട് സ്റ്റൈൽ ചെയ്തിട്ട് ഒരു റീൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സൗകര്യം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഈ ക്ലോത്ത് ഈ സാരിക്ക് മാത്രം 216 രൂപയ്ക്കാണെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 216 രൂപ. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. നമ്മൾക്ക് ഇതിപ്പോൾ സെയിം മെറ്റീരിയൽ ഞാൻ മുമ്പ് കാണിച്ചതിൻ്റെ അതേ സെയിം മെറ്റീരിയലാണ്. അത് നമുക്ക് ഡ്രസ്സ് അടിച്ച് കിട്ടിയത് 302 രൂപയ്ക്ക്. ഈ മെറ്റീരിയൽ മാത്രം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 216 രൂപ. ഏതാ ലാഭം അല്ലേ? അപ്പോൾ അങ്ങനെ ഇത് സാരി ഇപ്പോൾ അമ്മയ്ക്കായി, അതെനിക്ക് ഡ്രസ്സുമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 എണ്ണം വാങ്ങിച്ച അത് 216 രൂപ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ടോപ്പാണ്. ഈ ടോപ്പ് വൈറ്റ് ടോപ്പ്. എനിക്ക് വൈറ്റ് ടോപ്പുകളില്ല. ഞാൻ അധികം മോഡേൺ ഡ്രസ്സുകൾ ഞാനങ്ങനെ, ഇതിപ്പോൾ മോഡേൺ ഡ്രസ്സ് എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവേ എൻ്റെ ഡ്രസ്സുകൾ മുഴുവൻ കുർത്തീസാണ് എൻ്റെ കയ്യിലുള്ളത്. മുഴുവൻ നമ്മൾ പഴയ മോഡൽ ചുരിദാറുകളാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്ച്വലി ഈ ഡ്രസ്സ് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഇത് സാരിയായിട്ട് പെയർ ചെയ്യാം. ഈ ഡ്രസ്സ് എന്നുണ്ടല്ലേ ഫുള്ളാണ്, നമുക്ക് ഈ കഴുത്ത് വരെ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും ഇടുന്ന സമയത്ത്. അപ്പം നമുക്ക് സാരിൻ്റെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാം. നീല കളർ സാരി, നീല ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ആ സാരിക്ക് എപ്പോഴും ഒരു വൈറ്റ് ബ്ലൗസാണല്ലോ എല്ലാവരും ഇടുക. അപ്പോൾ ഇതങ്ങനെ ബ്ലൗസായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇത് പലാസോൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാം, സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാം. നമ്മൾ സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പലാസോൻ്റെ കൂടെ പെയർ ചെയ്യാം, സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാം, സാരിൻ്റെ കൂടെ പെയർ ചെയ്യാം, ജീൻസിൻ്റെ കൂടെ വേണമെങ്കിൽ നമ്മൾക്ക് ഇടാം. അപ്പോൾ അങ്ങനെ കുറേ കാര്യത്തിന് ഈ ഒറ്റ ഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കാം എന്ന് ഇത് ആലോചിച്ചിട്ട്. പിന്നെ ഡോങ്ക്രി ടൈപ്പ് സ്കേർട്ട് മറ്റേ ടോപ്പ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഇതിടാം. നമ്മൾ അതങ്ങനെ ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ഈ ചാനലിലുണ്ട്, ഷോർട്സിലുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് പെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്തിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പായതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഞാൻ എടുക്കുമ്പോൾ 160 രൂപയാണ്. 160 അല്ല, 163 രൂപയാണ്. പിന്നെ ആ 167 രൂപയ്ക്ക് 63 രൂപയ്ക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 160 താഴെ ഇപ്പോൾ റേറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഒരു നല്ലൊരു ടോപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതേപോലെ തന്നെ എടുത്ത വേറൊരു ടോപ്പാണ്, ഒരു ബ്ലാക്ക് ടോപ്പാണ് ഇത് കേട്ടോ. ഇതൊക്കെ വാഷ് ചെയ്താണ് കേട്ടോ. ആ വൈറ്റ് ഡ്രസ്സ് ഞാൻ ഒരു റൗണ്ട് വാഷ് ചെയ്താണ്. പക്ഷേ വാഷ് ചെയ്യുമ്പോൾ കല്ല് അധികം കൊണ്ട് വരയ്ക്കാൻ പാടില്ല. നമ്മൾ വൈറ്റ് ടോപ്പ് വാഷ് ചെയ്യുന്ന സമയത്ത് ആ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ചളി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മാത്രം ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നിറച്ചിട്ട് അങ്ങനെ കഴുകുക ചെയ്തുള്ളൂ. വേർപ്പ് നാറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സോപ്പ് വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അത് പോകും. അല്ലാണ്ട് നമുക്ക് ഒരുപാട് ഉരച്ചങ്ങനെ കഴുകാനുള്ള ആവശ്യമൊന്നും വന്നില്ല. അതുകൊണ്ട് മൈൽഡായിട്ടുള്ള വാഷൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഇത് 120 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഇത് 120 രൂപയ്ക്കാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ അൺബോക്സിങ് വീഡിയോ നമ്മുടെ ഷോർട്സിലുണ്ട്. അപ്പോൾ ഈ ടോപ്പിൻ്റെ ഒരു പ്രത്യേകത, നമുക്കിവിടെ ടൈറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇടുപ്പിന് ചുറ്റുമായിട്ടുള്ള ടൈറ്റിങ് ഇല്ല, 2 സൈഡിൽ മാത്രമായിട്ട് നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ നമുക്കത് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ക്രോപ്പ് ടോപ്പ് ഇടുക, ഒരു നമ്മുടെ ലെങ്തി ആയിട്ടുള്ള ഷർട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ പെയറാം. ക്രോപ്പ് ടോപ്പ് അല്ല ഇത് ആക്ച്വലി. ഈ ടോപ്പ് ഞാൻ ഇതെടുക്കാൻ തന്നെ ഉദ്ദേശിച്ചത്, ഞങ്ങൾ ആ സമയത്ത് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിപ്പ് പോയ സമയത്ത് ഇതിൻ്റെ കൂടെ സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല പറഞ്ഞാൽ നമുക്ക് വെളിയിലേക്കൊന്നും പോകാൻ വേണ്ടി ഇടാൻ പറ്റിയില്ല. അന്ന് വൈകുന്നേരം നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നവിടെ ജസ്റ്റ് ഇടാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ സ്കേർട്ടിൻ്റെ കൂടെ ഇത് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാം.
കറുപ്പ് ജീൻസും ഒരു റെഡ് കളർ ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. പലാസോൻ്റെ കൂടെ പെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സാധനത്തിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണത്. അപ്പോൾ ഇത് 120 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോഴും 120, 123 ആ റേഞ്ചിൽ തന്നെയാണ് കേട്ടോ. മീഷോയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് പറ്റും. ബ്ലാക്ക് ടോപ്പ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാധനം കാണും. ഓക്കെ, കുഴപ്പമില്ല. കോട്ടൺ മിക്സ്ഡ് ആണ് കേട്ടോ. അപ്പോൾ കോട്ടൺ ആയിട്ടുള്ള ഒരു ടോപ്പ് നമുക്ക് ഇത്രയും ചെറിയ റേറ്റിന് കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാഷ് ചെയ്തിട്ടും വലിയ അങ്ങനെ കളറൊന്നും ഇളകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വലിയ ക്വാളിറ്റി അത്രയ്ക്ക് നമുക്ക് പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല, കൊള്ളായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കോട്ടൻ്റെ ഒരു ഡ്രസ്സ് മോന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഒരു ഹുഡി. അപ്പോൾ മോന് ആ സമയത്ത് ഡിസംബറിൽ എടുത്തു കേട്ടോ. മോന് സ്കൂളിൽ ക്രിസ്മസിന് ഡാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റെഡ് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്താണ്. പക്ഷേ പിന്നീട് ആവശ്യം വേണ്ടി വന്നില്ല. കാരണം അവർ കംപ്ലീറ്റ് റെഡായിട്ടുള്ള ഡ്രസ്സ് വേണം പറഞ്ഞിട്ട് പിന്നെ വേറൊരു ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒരു ഹുഡിയാണ്. നമ്മൾ 235 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചാൽ കേട്ടോ. കുഴപ്പമില്ല. ഇത് ഒത്തിരി തവണ വാഷ് ചെയ്തു. ഒരു 6-7 തവണയെങ്കിലും വാഷ് ചെയ്തിട്ടുണ്ടാവും. അത്രയ്ക്ക് വലിയ കുഴപ്പമില്ല. കോട്ടൻ്റെ ഡ്രസ്സാണ്. നല്ല ക്ലോത്താണ്. മോൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അന്ന് നമ്മൾ വാങ്ങിച്ചതിൻ്റെ അത്രയ്ക്കും ആ കളർ തന്നെ ഇപ്പോഴും ഉണ്ട്. നല്ലോണം അങ്ങനെ കളർ അങ്ങനെ ഡിമ്മായിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലൊരു മെറ്റീരിയൽ നന്നായിട്ടുണ്ട്. 225 രൂപയ്ക്ക് വേർത്താണ്. അടിപൊളി ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ മോന് കുറച്ച് ലൂസാണ്. അപ്പോൾ അവനത് ഇടുന്ന സമയത്ത് നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് എടുത്തെങ്കിൽ എത്ര നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അവൻ്റെ സൈസിനേക്കാളും ഒരു പൊടിക്ക് കൂടുതലാക്കി എടുത്താണ്. പക്ഷെ സെറ്റായിരുന്നു, അടിപൊളിയാണ്. അപ്പോൾ ഇടയ്ക്കിലൊക്കെ പോകുന്ന സമയത്ത് ആശാനത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ സ്ട്രാപ്പുള്ളൊരു ഫ്രോക്ക്, നമ്മൾ ആ ഒരു വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നൊരു ഡ്രസ്സാണ്. ഇത് ഈ ഒരൊറ്റ തുണിയിൽ തന്നെ ഇത് ഫുള്ള് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അല്ലാണ്ട് ഇത് പകുതി മറ്റേത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിരിക്കുകയല്ല, അത് ഒരൊറ്റ തുണിയിൽ ചെയ്തിരിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതൊരു മെറൂൺ കളർ ഡ്രസ്സാണ്. പക്ഷേ ക്യാമറയിൽ കാണുന്നത് കുറച്ചുകൂടെ ലൈറ്റ് കൂടുതലായിട്ട് കാണുന്നുണ്ടാവണം. ആ കളറല്ല, മെറൂണാണ് കറക്റ്റ്. നമ്മൾ കുങ്കുമൊക്കെ ഇടില്ലേ, സിന്ദൂരം ഇടുന്ന ആ മെറൂണാണ് കളർ കേട്ടോ. ഇതും കൊള്ളാം. ഇത് ഞാൻ വാങ്ങിച്ചത് 157 രൂപയ്ക്കാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ലൈനിങ് ഇല്ല. 157 രൂപയ്ക്ക് പിന്നെ നമ്മൾ ലൈനിങ് ഒക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ. പിന്നെ നമ്മൾ ഇതിൻ്റെ അടിയിൽ എന്തായാലും ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിനുള്ളിൽ ആ വൈറ്റ് കളർ ടോപ്പ് കണ്ടില്ല. വൈറ്റ് കളർ ടോപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ പാൻറ്റ്. അങ്ങനെ നമുക്ക് ഇടാനേ പറ്റുള്ളൂ. കാരണം ലൈനിങ് ഇല്ലാത്തതുകൊണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ വലിയുന്നത് കൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും, അതായത് ഇങ്ങനത്തെ സൈസ് കുറഞ്ഞു എന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കുമ്പോൾ ഇടുമ്പോൾ ഇത് വലിയുന്നത് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് വലിയുന്ന മെറ്റീരിയൽ അല്ല, ഈ മുകളിലെ ഭാഗം ഇത്തിരി വലിയുന്ന സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാലും ടൈറ്റ് ആവില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ലൂസ് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് 157 രൂപയ്ക്ക് ഞാൻ എങ്ങനെയാവോ എന്ന് വിചാരിച്ച ടോപ്പാണ്. പക്ഷേ സംഭവം അടിപൊളി. പക്ഷേ എനിക്ക് ഇതിനൊരു മിസ്റ്റേക്ക് തോന്നിയത് ഇതിൽ ഈ സ്ട്രാപ്പില്ലേ, ഇത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇനി 157 രൂപയ്ക്ക് പിന്നെ ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ചോദിക്കേണ്ട. കാരണം ഞാൻ പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞത് 157 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. പ്ലാസ്റ്റിക്കാണ്, അതിങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാപ്പ് ഇല്ലാണ്ട് ജസ്റ്റ് ഈ മുകളിൽ ഇത് മാത്രം വെച്ചിട്ട് ഈ തുണി മാത്രം ഉണ്ട് ഒപ്പം കൊണ്ട് ജോയിൻ ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ വലിയ 157 രൂപയ്ക്ക് നമുക്ക് മോശമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ടോപ്പാണ് കണ്ടോ. അപ്പോൾ ഇത് കനമൊന്നും ഉണ്ടാവില്ല, കാരണം ലൈനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കനം ഉണ്ടാവില്ല. അപ്പോൾ ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ പറക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇത് യൂസ് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. വലിയ കുഴപ്പമില്ലാത്തൊരു ടോപ്പാണ്. എനിക്ക് ഇത് ഉള്ളതിൽ ഭയങ്കര ഇഷ്ടമായി. പിന്നെ മെറ്റീരിയൽ പോളിസ്റ്റർ മെറ്റീരിയലാണ്. കളറൊന്നും എന്തായാലും പോകില്ല. ഇത് വാഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് വാഷ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയില്ല. ആകെ ഒരു തവണ ഒരു തവണ നമ്മൾ യൂസ് ചെയ്തുള്ളൂ. ഇപ്പം മറ്റേ ഡ്രസ്സിൻ്റെ മുകളിലായതുകൊണ്ട് വലിയ ഒരു റീല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്തത്. വേറെ ഞാനത് വെളിയിലേക്കൊന്നും പോകാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനി നോക്കണം. അപ്പോൾ ഇതെന്തായാലും വാഷ് ചെയ്താലും കളറൊന്നും പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ആ സമയത്ത് എൻ്റെ ഇത്തിരി ഇതിൽ വെള്ളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് നോക്കിയപ്പോഴൊന്നും അങ്ങനെ കളർ പോയിട്ടുണ്ടായിരുന്നില്ല. ഇനി സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയാണ് ഇത്. ഇനി ഇത് വാഷ് ചെയ്തിട്ടുള്ളതിൻ്റെ റിസൾട്ട് ഞാൻ അടുത്ത മീഷോ ഹോളിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇനി 2 ഡ്രസ്സ് കൂടി ഉണ്ട്. അത് ഒന്ന് മോനുള്ളതും ഒന്ന് മോൾക്കുള്ളതാണ്. പക്ഷെ അത് ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ മാത്രം ജസ്റ്റ് കാണിച്ചു തരാം.
അത് രണ്ടും വാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും വാഷ് ചെയ്തിട്ട് ആ മീഷോ ഹോളിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊരു മോനുള്ളൊരു കുർത്തിയും മോൾക്കുള്ളൊരു ഫ്രോക്കാണ്. ഫ്രോക്ക് ഒരു 181 റുപ്പീസിനുള്ളതാണ്. മോൻ്റെ ഡ്രസ്സ് ഒരു 200 എബോ ഉള്ളൊരു ഡ്രസ്സാണ്. അതിൻ്റെ ഒരു കൂടെ ഞാൻ ഫോട്ടോ ചേർക്കാം. ഇതാണ് മോന് വാങ്ങിച്ചിട്ടുള്ള കുർത്തി സെറ്റിൻ്റെ പിക്ചർ കേട്ടോ. കുർത്തി സെറ്റ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം. ഒരു കോട്ടൺ മിക്സ്ഡ് ആയിട്ടൊരു ടോപ്പാണ്. 215 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത്. വലിയ കുഴപ്പമില്ല കേട്ടോ. ഇനി മോളുടെ ഒരു ഫ്രോക്ക്, ഇതൊരു യൂണിക്കോണിൻ്റെ ഫ്രോക്കാണ്. നെറ്റ് ടൈപ്പാണ്. അപ്പോൾ ഒന്ന് അലക്കി കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് ചുരുങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എൻ്റെ ഉള്ളിൽ തുണിയൊക്കെ അങ്ങനത്തെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സുകൾ. ഒക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സുകളുടെ അൺബോക്സിങ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, മീഷോ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കയറിയിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു.